പ്രാർത്ഥനയുടെ ഈ മണിക്കൂറുകളും പറയാതെ പോകുന്നത് എങ്ങനെയാണ്? ആ കോഴിക്കോട്ടെ ഒരു വീടിന്റെ വേദന നാടിന്റെ വേദനയാകുമ്പോഴാണ് രാഷ്ട്രീയ നേതൃത്വം ഇടപെട്ടപ്പോൾ മാത്രമാണ് ആ കല്ലിന് കാറ്റുപിടിച്ച സംവിധാനം അനക്കം വെച്ചത്. ഇന്നലെ ഉച്ചയ്ക്കാണ്. അപ്പോഴാ പ്രാണൻ മണ്ണിനടിയിൽപ്പെട്ട് മണിക്കൂറുകൾ 75. വൈകിയാണെങ്കിലും രക്ഷാപ്രവർത്തനം സജ്ജമായല്ലോ ദൈവമേ എന്ന് നെടുവേർപ്പിട്ടവർക്ക് മുന്നിൽ രാത്രി 9 ആകുമ്പോഴേക്കും ഉത്തര കന്നഡ സംവിധാനങ്ങൾ സർക്കാർ ജോലി കണക്കെ തെരച്ചിൽ നിർത്തി കടയും പൂട്ടി വീട്ടിൽ പോയിട്ട് റഡാർ സംവിധാനം തെരയാൻ തുടങ്ങിയത് 5-ാം നാൾ ഇന്ന് രാവിലെ 10:30. നമ്മുടെ ഒരു കൂടപ്പിറപ്പ് മണ്ണിനടിയിൽപ്പെട്ട് രാപ്പുകൾക്കിപ്പുറവും ഒരു സൂചനയും കിട്ടുന്നില്ലെങ്കിൽ കേന്ദ്ര കർണാടക സർക്കാരുകൾ നെഞ്ചിൽ കൈവച്ചെന്ന് പറയണം. ആ ഗംഗാവലി പുഴയോരത്ത് കാണാമറയത്ത് പ്രാണപ്രതീക്ഷയിൽ പാവം പിടിച്ച അർജുൻ അല്ലായിരുന്നുവെങ്കിൽ, ഏതെങ്കിലും ഒരു മന്ത്രിപുത്രനോ അവന്റെ ആഡംബരക്കാരോ ആയിരുന്നെങ്കിൽ സംവിധാനങ്ങളെ ഇതാകുമായിരുന്നോ നിങ്ങളുടെ നിലപാട്? പെരുമഴയൊന്നും നനഞ്ഞ മണ്ണൊന്നും സാങ്കേതികത ഞങ്ങളോട് പറയല്ലേ. വെട്ടിമുടിയും പുത്തുമലയും കണ്ടവരാണ്, കവളപ്പാറയും കൂട്ടിക്കലും കണ്ടവരാണ്, മഹാപ്രളയം കണ്ടവരാണ്, ജീവൻ പണയം വെച്ചും പ്രാണൻ കാത്തവരാണ്. കഴിയുന്നില്ലെങ്കിൽ മാറി നിൽക്ക്. ഞങ്ങൾക്കറിയാം ഞങ്ങളുടെ കൂടപ്പിറപ്പിന്റെ പ്രാണൻ